റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വഖത്ത് നമസ്കാരങ്ങളിലും നമസ്കാരത്തിന്റെ തശഹ്ഹുദിൽ അതിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അവസാനമായി ഓർമ്മപ്പെടുത്തിയത്. ആ പ്രാർത്ഥന ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന വസിയത്തോടെയാണ് നമ്മളത് അവസാനിപ്പിച്ചത്. കാരണം നമ്മുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആയിൽ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്തബി വൽ മഗ്റം എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹുവേ, പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അതുപോലെ തന്നെ കടക്കണിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു. സ്വഹാബികൾ അങ്ങനെ ചെയ്തു, നമ്മളും അങ്ങനെ ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചപ്പോൾ സ്വഹാബികൾ ഒരാൾ ചോദിച്ച ചോദ്യവും ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് പ്രവാചകരെ ഇത്രമാത്രം അധികം എല്ലാ സമയത്തും എല്ലാ നമസ്കാരത്തിലും ഇങ്ങനെ കൂടുതലായി കടത്തിൽ നിന്ന് അഭയം ചോദിക്കേണ്ട കാര്യം എന്താണ്? പ്രവാചകരെ താങ്കൾ ഇങ്ങനെ കൂടുതലായി കടത്തിൽ അഭയം ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇതായിരുന്നു: ഇദാ ഗരിമ റജുൽ, ഒരു മനുഷ്യൻ കടക്കാരനായി തീർന്നാൽ പിന്നെ അവന് സംഭവിക്കുന്ന ഭൂരിപക്ഷം കടം വാങ്ങുന്ന ആളുകൾക്കും വരുന്ന രണ്ട് സ്വഭാവം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങിക്കഴിഞ്ഞാൽ അധികം ആളുകൾ പിന്നെ കളവ് പറയാൻ തുടങ്ങും. കളവ് പറയുക മാത്രമല്ല, പിന്നെ അവർ വാക്ക് പാലിക്കാതെ വാക്ക് ലംഘിക്കാൻ തുടങ്ങും. അത് രണ്ടും മുനാഫിക്കിന്റെ അടയാളങ്ങളാണ്. അവൻ അതിൽ അകപ്പെടാനുള്ള കാരണം എന്താണ്? കടം വാങ്ങിയത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു പ്രാർത്ഥിച്ചതും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, കടം എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസം നിറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് കടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ധാരാളമായി ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമാണ് സൂറത്തുൽ ബഖറ. രണ്ടാമത്തെ സൂറത്തുൽ ബഖറ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ്. ആ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ ഖുർആനിലെ തന്നെ ഏറ്റവും വലിയ ആയത്ത്, 6000-ൽ പരം വരുന്ന ഖുർആനിന്റെ ആയത്തുകളിൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. ആയത്തുൽ ദൈൻ എന്നാണ്. കടത്തെ കുറിച്ചുള്ള ആയത്ത്. ഖുർആനിൽ ഒരു പേജ് മുഴുവൻ ആ ആയത്തിന്റെ പ്രത്യേക തലങ്ങളിൽ ആ ആയത്ത് ഒരു പേജ് മുഴുവനുണ്ട്. ബാക്കിയുള്ള ആയത്തുകളൊക്കെ 2 വരി 3 വരി അര പേജ് അത്ര ഉണ്ടാവും. പക്ഷെ ആയത്തുൽ ദൈൻ ഒറ്റ ആയത്താണ്. അത് ഒരു പേജ് മുഴുവൻ ഒരായത്ത്. അതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. സൂറത്തുൽ ബഖറയുടെ അവസാനം വരുന്നുണ്ട്. അതിന് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ പേര് ആയത്തുൽ ദൈൻ എന്നാണ്. എല്ലാ ആയത്തുകൾക്കും അങ്ങനെ പേരില്ല. ആയത്തുൽ കുർസിയുണ്ട്, ഇങ്ങനെ പല പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിന് പ്രത്യേക പേരുകൾ. അതിലൊന്നാണ് ആയത്തുൽ ദൈൻ. എന്താ അതിന്റെ അർത്ഥം അറിയുന്നത്? അതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ കടം വാങ്ങുമ്പോ കടം വാങ്ങാതിരിക്കുക, അത് ഒരു നല്ല സ്വഭാവമാണ്. കടം വാങ്ങാനുള്ള നല്ല സ്വഭാവമല്ല, ചോദിക്കാന്നുള്ളത്. ഒരു മനുഷ്യനോട് ചോദിക്കാന്നുള്ളത് ഇങ്ങനെ ഒരു നല്ല സ്വഭാവമൊന്നുമല്ല. പിന്നെ കുട്ടിക്കേറ്റ് ഇടങ്ങാറാകുമ്പോഴാണ് നമ്മൾ ചോദിക്കുക. അതിന് വിരോധമൊന്നുമില്ല. ചോദിക്കാതിരിക്കുക, നിർവാഹമില്ലെങ്കിൽ ചോദിക്കുക, നിർവാഹമില്ലെങ്കിൽ ചോദിക്കുക. ചോദിക്കുന്ന ആളുകൾക്ക്, കഴിവുള്ള ആളുകൾ കടം കൊടുക്കാന്നുള്ളത് നല്ല കാര്യമാണ്. കടം കൊടുക്കുക നല്ല കാര്യമാണ്. കഴിയുന്നതും ചോദിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ സ്വഭാവത്താരങ്ങൾ റസൂലുള്ളാഹി സ്വഹാബത്തും അങ്ങനെയാണ്. ഒന്നും ചോദിക്കൂല, ആരോട് ചോദിക്കൂല. അത് പിന്നെ എന്താ വെച്ചാൽ അതൊരു മര്യാദയാണ്. ചോദിക്കാതിരിക്കുക. എന്തിന്? വാഹനത്തിൽ പോകുന്ന സമയത്ത് പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ ഒക്കെ മുണ്ട് അവിടെ തട്ടം, അത് താഴേക്ക് വീണാലേ നമ്മളെ സാധാരണ നിർത്തരുത് ചോദിക്കും. വലിയ സംഗതിയൊന്നുമല്ല, നിർത്തരും. അതുപോലും ചോദിക്കൂല. വാഹനം നിർത്തിയിട്ട് അത് അവരെടുക്കും. വേറെ ഒരാളോടൊരു യാചന വേണ്ട. അക്കാര്യത്തിൽ വരെ അവര് സൂക്ഷ്മത പാലിച്ചു. വേറെ ഒരാളോടൊരു യാചന വേണ്ട. അതുകൊണ്ട് അതുപോലെ അവർ ചോദിക്കാറുണ്ടായിരുന്നില്ല. നിർവാഹമില്ലെങ്കിൽ ഇതുപോലെ പല സന്ദർഭത്തിൽ ചോദിക്കേണ്ടി വരും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കാൻ ഈ ആയത്തുൽ ദൈനിനെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? എനിക്കൊരു 10,000 വേണം, അല്ലെങ്കിൽ ഒരു 5,000 അല്ലെങ്കിൽ 50,000 കടം വേണം, അതിന് അയച്ചാൽ വേണം, അല്ലെങ്കിൽ നാളെ വരാം, അതിന് തരണം. അങ്ങനൊന്നുമല്ല. ഇസ്ലാമിൽ അതിനൊക്കെ ഒരുപാട് മര്യാദകളുണ്ട്. കടം ചോദിക്കുന്നതിനും കടം വാങ്ങുന്നതിനും കടം നൽകുന്നതിനും ഒരുപാട് ശുറൂത്തുകൾ, നിബന്ധനകൾ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ ദൈനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതിലെ അല്ലാഹുവിന്റെ പ്രവാചക ആയത്തിൽ വിശദമായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞ സംഗതി ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം
അദ്ദൈൻ, നിങ്ങൾ പരസ്പരം ഇങ്ങനെ കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതി അത് എഴുതി വെക്കണം. ഒരു മര്യാദയാണ്. അതിങ്ങനെ പറഞ്ഞാൽ പോരാ. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കണം. അത് അതിന്റെ ഒരു ഷർത്ത്, അതിന്റെ ഒരു മര്യാദ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. എത്ര ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നെവർ മൈൻഡ് ആക്കി, നമ്മൾ അശ്രദ്ധരായി, അതിനൊന്നും ആവശ്യമില്ല. എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും കടം കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നങ്ങൾ അത് നിങ്ങൾ എഴുതി വെക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അത് എഴുതേണ്ടത് ആരാണെങ്കിൽ മൂന്നാമത്തെ ഒരാളാണ്. കടം കൊടുക്കുന്നവനുമല്ല, കടം വാങ്ങുന്നവനുമല്ല. ഇത് ഖുർആൻ പഠിപ്പിക്കണം. എത്ര കർശനമായിട്ടുള്ള പറഞ്ഞാൽ കടം കൊടുക്കുമ്പോ കൊടുക്കുന്ന ആള് വാങ്ങുന്ന ആളും അല്ല ചെയ്യുന്നത്, മൂന്നാമത്തെ ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കണം. മൂന്നാമത്തെ ഒരാൾ അതിലേക്ക് വേണം. കാരണം ഒരു സംഖ്യ അല്ലെങ്കിൽ വേറെ വിലപിടിപ്പുള്ള ഒരു വസ്തു എന്താണോ നിങ്ങൾ കടമായിട്ട് കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടുന്നതാണ്. ഒരു കൊല്ലോ 6 മാസോ 2 മാസോ എന്തായിക്കോട്ടെ തിരിച്ചു ലഭിക്കണം. അത് കൊടുക്കുന്നത് വാങ്ങുന്നതൊക്കെ ചില ആളുകളൊക്കെ അറിയണം. അത് രേഖപ്പെടുത്തും. മൂന്നാമത്തെ ഒരാളാണ് അത് എഴുതേണ്ടത്. എന്നാൽ ഈ കടബാധ്യതയുള്ള ആളാണത് അത് പറഞ്ഞു കൊടുക്കണം. അവന്റെ ഇഷ്ടപ്രകാരം എഴുതാൻ പറ്റില്ല. കടബാധ്യത ഉള്ള ആളെന്താണ് എഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കണം. പിന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് വാങ്ങുമ്പോഴും എഴുതുമ്പോഴും. നാലാമത് അള്ളാഹു പറഞ്ഞു സാക്ഷികൾ വേണം. സാക്ഷികൾ വേണം. നമ്മൾ വെറുതെ ഇങ്ങനെ ഗൂഗിൾ പേര് 10 അയച്ചു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. സാക്ഷികൾ വേണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സാക്ഷികൾ വേണം. 2 പുരുഷന്മാരെ സാക്ഷി വേണം. 2 പുരുഷന്മാരെ കിട്ടുന്നതെങ്കിൽ ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ വേണം. ഖുർആൻ പറഞ്ഞതാണ് 2 സ്ത്രീകൾ. ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ വേണം. ഒരാൾ ഒരു സ്ത്രീ മറന്നാൽ മറ്റൊരു ഓർമ്മപ്പെടുത്താറ്. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ച കടം കൊടുക്കുമ്പോ 2 സാക്ഷികൾ വേണം. പുരുഷനെ കിട്ടില്ലെങ്കിൽ അതിന് പകരം 2 സ്ത്രീകളായിരിക്കണം ഒരു പുരുഷന് പകരം. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു അവിടെ മൂന്നാമത്തെ ഒരാൾ എഴുതി വെക്കാൻ വേണം. അതുപോലെ തന്നെ അത് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇതൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഇതൊക്കെ കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അത് അല്ലാഹു പഠിപ്പിച്ച നിയമങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ ആ ഒരു സൂക്ഷ്മത, ഒരു മുമ്പിൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടാണ്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ആയത്ത് അങ്ങനെ തന്നെ വന്നത്. അത് ഖുർആനിൽ പഠിപ്പിച്ചത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ച് ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഗൗരവം സൂചിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ ഇമാം അഹ്മദിന്റെ ഹദീസിൽ പറയുന്നത് റസൂൽ ഇങ്ങനെ പറയുന്നു, ലാ തുഖീഫു അൻഫുസകും ബഅദ അൻഹാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നല്ല സമാധാനത്തിലാണ്. മനസ്സിന് സമാധാനം വേണം. മനസ്സിലാണ് സമാധാനം വേണ്ടത്. ഈ മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. നിങ്ങൾ നല്ല സമാധാനത്തിലാണ്. നിങ്ങളുടെ ഈ സമാധാനത്തിന്റെ അവസ്ഥ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഉപയോഗിച്ച പലതാണെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ പേടിപ്പിക്കരുത്. നിങ്ങളെ തന്നെ ബേജാറിലാക്കരുത്. വല്ലാത്തൊരു പദമാണ്. കടവുമായി ബന്ധപ്പെട്ട വസ്തു പഠിപ്പിക്കരുത്. നിങ്ങളെ തന്നെ പേടിപ്പിക്കരുത്. നിങ്ങളെ തന്നെ ബേജാറിലാക്കരുത്. വേറെ ആരുമല്ല. മനസ്സ് അസ്വസ്ഥമാണ്, അങ്കലാപ്പിലാണ്, ഉറക്കം വരുന്നില്ല, രാവും പകലും മനസ്സ് അസ്വസ്ഥമാണ്. എന്താക്കണം? ആരാധിന്റെ ഉത്തരവാദി അവൻ തന്നെയാണ്. റസൂൽ പറയും, നിങ്ങളെ തന്നെ ബേജാറിലാക്കരുത്. നിങ്ങൾക്ക് നല്ല സമാധാനത്തിലാണല്ലോ, ഇത് ബേജാറുണ്ടാക്കരുത്. അപ്പൊ സ്വഹാബികൾ അതെന്താണ്? അപ്പൊ ഞങ്ങളെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് കടമാണ്. കടം നിങ്ങൾ വാങ്ങുമ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങളൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്ന സമയം നിങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയാണ്. പിന്നെ അത് വീട്ടാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അവധി അടുക്കുന്നു, ക്യാഷ് കയ്യിലില്ല, അത് വീട്ടാൻ കഴിയുന്നില്ല, അസ്വസ്ഥമാകും മനസ്സിൽ, സമാധാനം നഷ്ടപ്പെടും. അതാണ് റസൂൽ പറഞ്ഞത്. സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരു മനുഷ്യൻ കടക്കാനായി ഉണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചത്. പലപ്പോഴും പല ആളുകളും ഈ കടം വാങ്ങുന്നത് ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് കടം വാങ്ങണം. അനാവശ്യത്തിന് കടം വാങ്ങാം. നമ്മൾ കുടുങ്ങിയിട്ട് ചിലപ്പോൾ ചെയ്യും, നമുക്ക് ചിലപ്പോൾ നെറ്റിസ്ലിത്തിന് വക വരാതെ കാശില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ കയ്യിൽ കാശില്ല, അടിയന്തര ആവശ്യം, ആളുകൾ ചോദിക്കും. ഒരു ഗൗരവത്തിന്റെ ഹാലാണ്, കുടുങ്ങിയപ്പോ ചോദിക്കാറ്. ചില ആളുകൾ അങ്ങനെയല്ല. നാട്ടിൽ കടം ചോദിക്കുന്ന ഒരു ഭീമനുണ്ട്, കടക്കാർ. ഒരു ദിവസം തന്നെ പണി, ഇടയ്ക്കിടയ്ക്ക് തന്നെ പണി. അവരുടെ അടുത്ത് കടം വാങ്ങാം, അത് റോൾ ചെയ്യാം, ഇവരുടെ കടം. മോശപ്പെട്ട സ്വഭാവമാണ്. ഇങ്ങനെ
റോഡിൽ നടക്കാം. അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല. അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതൊക്കെ അവസാനിപ്പിച്ചോളി. അതൊരു നല്ല സ്വഭാവം. അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത് പിന്നെ ഇവന്റെ അടുത്ത് വാങ്ങി മറ്റൊരു റോഡിൽ ഇതിങ്ങനെ റോഡിൽ ഇങ്ങനെ കടക്കാനായിട്ട് ഇങ്ങനെ നടക്കണം. അത് പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, എന്തിനാ ഒരാളോട് കടന്നാണെങ്കിൽ അവനാണ് ജീവിക്കാൻ ആവശ്യം, വാഹനമുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവനൊരു പുതിയ വണ്ടി, അവരുടെ കയ്യിൽ കാശുണ്ട്, ഓരോ പുതിയ മോഡൽ വണ്ടി വാങ്ങുമ്പോൾ ഇവനെ പത്തിന് മനസ്സിന് പേജാറും. ഓന് പോകാനുള്ള വാഹനമുണ്ട്, ഓന്റെ കുടുംബത്തിന് പോകാനുള്ള വാഹനമുണ്ട്, മറ്റവന്റെ കയ്യിൽ കാശുണ്ട്, ഓ പുതിയ വാഹനം വാങ്ങിക്കോട്ടെ, ഇവരതിന് കാശില്ല. പക്ഷെ അപ്പൊ ഇത് കാണുമ്പോൾ ഇവരുടെ മനസ്സിൽ അപ്പൊ ഇവ കട വാങ്ങാൻ പോകും. അപ്പൊ കട വാങ്ങാൻ പോകും, കാശ് കഴിയില്ല. അപ്പൊ 5 ലക്ഷം ഉള്ളൂ, അല്ലെങ്കിൽ 10 ലക്ഷം 15 ഉള്ളൂ, ഒരു 5 കൂടെ വേണം. അപ്പൊ മറ്റവർക്ക് ഒരു 5 ലക്ഷം കടം തരും. എന്തിനീ കടം വാങ്ങി? ഭക്ഷണം കഴിക്കാനല്ല, വീട്ടില് ബുദ്ധിമുട്ടായിട്ടല്ല, അടിയന്തര ആവശ്യത്തിനല്ല, അവരെ ആഡംബരത്തിന് വേണ്ടിയാണ്, അനാവശ്യ ചെലവിന് വേണ്ടിയാണ്. അത് പറ്റൂല, അങ്ങനെ കടം വാങ്ങാൻ പറ്റൂല. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവരെ കടം കൂട്ടാൻ കഴിയാതിരിക്കാം. ഇത് ഇവര് പ്രയാസമാണ്. അത് അങ്ങനത്തെ വീടിന്റെ കാര്യങ്ങളൊക്കെ താമസിക്കാനുള്ള വീട് സൗകര്യമൊക്കെ ഉണ്ടാകും. ആ വീട് ഒന്നുകൂടെ ഓടി കൂട്ടണം, ഒന്നുകൂടെ ഉഷാറാക്കണം. അതിന് കടം വാങ്ങരുത്. കടം വാങ്ങാൻ പാടില്ല. ജീവിക്കാനുള്ള വീടുണ്ടല്ലോ, ഇവരെ കയ്യിൽ കാശ് വീട് ഉണ്ടാക്കിക്കോ. നിങ്ങൾക്ക് ജീവിക്കാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ ഓക്കെ, അതിനു വേണ്ടി ചോദിക്കല്ലാതെ വീട് പിന്നെ ഒന്നുകൂടെ ഉഷാറാക്കാണ്. മറ്റോടെ മേലെ പോകണം. എന്റെ വീട് ഓന്റെ വീട് വലുതായപ്പോ എന്റെ വീട് കാണുന്നില്ല, അപ്പൊ കുറച്ചും കൂടെ തട്ടുയർത്തണം. ഇതൊക്കെ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് ആളുകൾ കടക്കടയിൽ പെടാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പഠിപ്പിക്കുന്ന ഹദീസിലാണ് ജിഹാദിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്നൽ ജിഹാദ ഫീ സബീലില്ലാഹ് വൽ ഈമാൻ ബില്ലാഹ് അഫ്ദലുൽ അഅമാൽ. ജിഹാദും ഈമാനും ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ജിഹാദ് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും പറയില്ല. ജിഹാദിനെ ഷഹീദാവും, ഷഹീദിനേക്കാൾ വലിയ പ്രതിഫലം വേറൊരാൾക്കില്ല. ഈമാനും ഷഹീദും ശുഹദാവും ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, റസൂൽ ഇത് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തിട്ട് കൊല്ലപ്പെട്ടപ്പോൾ ഷഹീദായി, ഞാൻ ഷഹീദായി. അങ്ങനെ ഷഹീദായാൽ തുകഫിറു അന്നി ഖതായായ, എന്റെ പാപങ്ങളൊക്കെ പുറത്തുതരും, അല്ലാഹു പുറത്തുതരും. ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായാൽ എന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തുതരും ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, അല്ലാഹു അതൊക്കെ പുറത്തു തരും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ ഷഹീദായി, നീ യുദ്ധം കണ്ട് പേടിച്ചോടിയില്ല, അങ്ങനെ ഷഹീദായെല്ലാം പുറത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. വീണ്ടും റസൂൽ ആ സ്വഹാബിയോട് ഒന്നുകൂടെ ചോദിച്ചു, നേരത്തെ എന്തോ ചോദിച്ചല്ലോ, അപ്പൊ സാഹിബ് പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായാലും എല്ലാ പാപവും പുറത്തും എന്താ ചോദിച്ചതാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, അവിടെ ഒന്നും കൂടെ പറയാനുണ്ട്. റസൂൽ അപ്പൊ രണ്ടാമത് റസൂൽ പറഞ്ഞു, എല്ലാം പുറത്തും. ഇത് റസൂൽ പറയണേ, കടണ്ടെങ്കിൽ ആ ഷഹീദ് ഇസ്ലാമിന്റെ മാർഗത്തിൽ മുശ്രിക്കീങ്ങളുമായി പടവെട്ടി ഏത് യുദ്ധത്തിലാവട്ടെ അവൻ ഷഹീദായി മരണപ്പെട്ട വ്യക്തിയാണ്. അവന് കടമുണ്ടെങ്കിൽ അവന്റെ പാപം അല്ലാഹു പുറത്തുകൊടുക്കില്ല. ഇത് വെറുതെ അല്ലാഹു ആയത്തിന്റെയും വെറുതെ ഇറക്കിയതല്ല, അതിന്റെ ഗൗരവം വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാമിന് വേണ്ടിയിട്ട് ഷഹീദായതാണ്. പക്ഷെ അവിടെ ഒരു നിബന്ധന വെച്ച് കടമുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് സഹോദരന്മാരെ സഹോദരികളെ, കടം വാങ്ങുമ്പോഴും അതുപോലെ തന്നെ കടം നമ്മളെ കൊടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ നിബന്ധനകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചത്. എന്തിന്? നിസ്സാരമായ കടങ്ങൾ വരെ, അന്നത്തെ ദിർഹമും ദീനാറുമാകുന്ന ചെറിയ ചെറിയ കടങ്ങൾ വരെ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും വലിയ ഗൗരവത്തിലാണ് കണ്ടിരുന്നത്. വലിയ ഗൗരവത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യകാലത്ത് കറണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തന്നെ വൈകി നിസ്കരിക്കാൻ തന്നെ വരാറുണ്ടായിരുന്നില്ല. നിങ്ങൾ നിസ്കരിച്ചു കൊടുക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ മറ്റൊരു ഹദീസിൽ കാണാം, സ്വഹാബികൾ ഒരാൾ കുളിപ്പിച്ച് കഫൊക്കെ ചെയ്തു. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു. റസൂല് ഒക്കെ റെഡിയാണ്, മയ്യത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പൊ റസൂൽ അങ്ങനെ സ്റ്റെപ്പുകൾ, കാലിന്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെ മുന്നോട്ട് വെച്ച് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. അപ്പൊ റസൂൽ ചോദിച്ചു, ഈ മയ്യത്തിന് കടണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ദീനാറാണ്, 2 ദീനാറൊക്കെ ഉണ്ട്. 2 ദീനാർ നമ്മുടെ നാട്ടിൽ 15, അതൊന്നും ചെറിയ കാശായി. 2 ദീനാർ വേറെ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു മയ്യത്തിന്റെ മുന്നിൽ, ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്താണ്, അല്ല റസൂൽ സ്വീകരിക്കാൻ വരുമല്ലോ. ആ സ്വഹാബിക്ക് 2 ദീനാർ കടം എന്ന് പറഞ്ഞിട്ട്
ഇമാമ നിൽക്കേണ്ട റസൂല് അവിടെ നിങ്ങൾ സ്കിൽസ് അതിന്റെ ഗൗരവം. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ആ 2 ദിനാണ് ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ഏറ്റെടുത്തോളാം. ഒരാൾ ഏറ്റെടുത്താ പിന്നെ ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ നിസ്കാരത്തിൽ നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞു. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, 2 ദിനാർ ഇന്നലെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് കൊടുത്തു ചോദിച്ചു. 2 ദിനാറല്ല റസൂലെ, കൊടുത്തോളാം. 2 ദിനാറല്ലോ റസൂലൊക്കെ ദേഷ്യം വിളിച്ചു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ ദിവസം പിറ്റേ ദിവസം 2 ദിവസത്തിന്റെ ഉള്ളിലാണ്. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കൊടുത്തില്ല ചോദിച്ചപ്പോ, ഇല്ല റസൂലെ, നാളെ ഞാൻ കൊടുത്തു വിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് അത് പറ്റിയില്ല. പിറ്റേ ദിവസം വീണ്ടും റസൂൽ ചോദിച്ചു, നീ അത് കൊടുത്തോ? അപ്പോ നമുക്ക് റസൂലെ, ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോഴാണ് ഖബറിലെ അയാളുടെ ശരീരത്തിന് തണുപ്പ് ലഭിച്ചത്. കടക്കാരന് ഖബറിന് പ്രയാസമാണ്. കടം വെച്ചൊരു മരണപ്പെട്ടാണ്, അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും സഹോദരൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവരിൽ അത് പ്രയാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോഴാണെന്ന് ഖബറിന് സമാധാനമാണ്. ഗൗരവമുള്ള വിഷയമാണ്. 2 ദിനാറിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയം പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കും. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നമസ്കാരം നിർവഹിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ സുബ്ഹിനെ നമസ്കരിച്ചിരിക്കുമ്പോൾ റസൂൽ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? ഫഖാല ഹാ ഹുനാ മിൻ ബനി ഫുലാൻ, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളുടെ മക്കൾ ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? റസൂലുള്ളാഹിന്റെ ചോദ്യം. ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളുടെ മക്കൾ ആരെങ്കിലും ഇവിടെ പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്നാ ചോദ്യം. മറത്തയിൽ റസൂലുള്ളാഹി 2 പ്രാവശ്യം ഇത് ആവർത്തിച്ച് ചോദിച്ചു. വേറെ ഹദീസ് എന്താ വെച്ചാൽ 3 തവണ ആവർത്തിച്ചു. പക്ഷേ ഒരു മകൻ ആ കുടുംബത്തിൽ ആ ആളുടെ മകൻ മരണപ്പെട്ടു പോയ ഒരാളാണ്. അയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അയാളുടെ മക്കൾ ആരെങ്കിലും പള്ളിയിലുണ്ടോ എന്നാണ് സുബ്ഹി നമസ്കാരത്തിൽ ചോദിക്കുന്നത്. പക്ഷേ കൂട്ടത്തിലുള്ള മകൻ മിണ്ടിയില്ല, പേടിച്ചിട്ട് മിണ്ടിയില്ല. അങ്ങനെ 3ാമത്തെ തവണ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഖാല റജുലുൻ, അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല്, കഅന്നി അസ്മഉ സൗദൻ നബി ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞു, ആ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന സ്വാഹിബത്തുൻ ഖദ് ഹുബിസ അലാ ബാബിൽ ജന്ന, നിങ്ങളുടെ മരണപ്പെട്ടു പോയ നിങ്ങളുടെ ആ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ വെച്ച് തടഞ്ഞിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്, പക്ഷെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അള്ളാഹു കാണിച്ചു കൊടുത്തു. റസൂൽ റഹീലോട് അറിയിച്ചു കൊടുത്തു. അയാളെ മക്കളാണെങ്കിൽ പള്ളിയിൽ വിടാനാണ് ചോദിച്ചത്. എന്തിനാണ് അയാളെ കടക്കാരനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിതയിലും അയാൾക്ക് കടക്കായിരുന്നു. ആ കടം വീട്ടാതെ മരണപ്പെട്ടത്. അതിന്റെ പേരിൽ അയാളെ കടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കടം വീട്ടി അയാളെ രക്ഷപ്പെടുത്തിക്കോളി. ആർക്കെങ്കിലും വേറെ കടം വീട്ടി രക്ഷപ്പെടുത്തിക്കോളി. മക്കളുണ്ടോന്ന് ചോദിച്ചു. മക്കളവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അറിയിച്ചതിലാണെങ്കിൽ വാപ്പാനെ വേണമെങ്കിൽ രക്ഷപ്പെടുത്തിക്കോളി, വാപ്പാനെ വേണമെങ്കിൽ രക്ഷപ്പെടുത്തിക്കോളി, ഞാൻ കടം വീട്ടിക്കളി. അത്രയും ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിൽ പഠിപ്പിച്ചത്. അത് എന്ത് വസ്തുവാവട്ടെ, എന്ത് വസ്തു നമ്മൾ കാശ് അല്ലെങ്കിൽ എങ്ങനെ ഏത് വസ്തു കടം കൊടുക്കാണെങ്കിലും അതൊക്കെ കേടുപാട് കൂടാതെ അവധിക്കനുസരിച്ച് തിരിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും എന്താ വെച്ചാൽ തരാന്ന് പറഞ്ഞാൽ പിന്നെ തരാമെങ്കിൽ പിന്നെ അത് ആ ഡേറ്റിൽ നമ്മൾ കൊടുക്കൂല, അല്ലെങ്കിൽ ഒരു ദിവസം പോലും വെയിറ്റ് പറ്റൂല. അത് വഞ്ചനയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്, നിങ്ങൾ അടുത്ത മാസം ആഗസ്റ്റ് 10-ന് ഞാൻ കാശ് തരാന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 10-ന് കൊടുക്കണം. 11-ന് നീട്ടാൻ പറ്റൂല. അത് വഞ്ചനയാണ്, അത് നിഫാഖ്, അത് ചതിയാണ്. അത് നീട്ടാൻ പറ്റില്ല. ആ സമയത്ത് പറ്റൂലെങ്കിൽ അത് മുമ്പ് അറിയിക്കണം. 10-ന് ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് നീട്ടി തരണം, അത് നമ്മുടെ ആവശ്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മൾ കടം ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാൽ കടം വാങ്ങാൻ കുഴപ്പമില്ല, വാങ്ങും. എന്നിട്ട് ഈ കടം കൊടുത്ത ആള് സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചെന്നാൽ ഇവരെ തെറി പറയും, ഓനെ തെറി പറയും, ഓനെ ചീത്ത പറയും. പിന്നെ അവരായിട്ട് തമ്മിൽ തെറ്റിയ എത്ര വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങിയിട്ട് കടം ചോദിക്കാൻ ചെന്നിട്ട് ചോദിക്കാൻ ചെന്നവനെ കുട്ടി പറയപ്പെടുത്തി, ചോദിക്കാൻ ചെന്നവരെ ആക്രമിച്ചു. ഇത് എത്ര വാർത്തകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ വിശദീകരിക്കാൻ പറയുന്നത് ഈ കടം വാങ്ങിയ ദുഃഖവും അതേപോലെ തന്നെ മനസ്സിൽ വേദന വരുന്ന ഒന്നാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയണം, ഒരു ഹദീസിൽ 2 കാര്യം പഠിപ്പിച്ചു. വ്യഭിചാരിയെ കുറിച്ചും പറഞ്ഞു, കള്ളനെ കുറിച്ച് പഠിപ്പിച്ചു.
ആ ഹദീസിലു വളരെ അർത്ഥവത്തായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇമാം മുസ്ലിം ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബിയായ മൈമൂനുൽ ഖറജ് പറയാം, സല്ലല്ലാഹു നബിയ ലാ മർറത്തൻ വലാ മർറത്തൈൻ. ഇദ്ദേഹം പറയാം, 2 തവണ അല്ല, അല്ലെങ്കിൽ 3 തവണ, 1 2 3 തവണ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല ഹത്താ ബലഗ അശറ എന്നതേ പറയാം. അല്ല ഒരു 10 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിട്ടുണ്ടാവും. 1 അല്ല 2 അല്ല 3 അല്ല, ഒരു 10 പ്രാവശ്യങ്ങൾ റസൂൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ സ്വഹാബി പറയാം, എന്താ ചോദിച്ചത് റസൂൽ? അയ്യുമാ റജുലിൻ തസബ്ബജ ബിമാ ഖല്ല മിനൽ വഹി ഔ തഖവ ലൈസ ഫീ നഫ്സിഹി. നിങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ ഏറ്റവും നിബന്ധന, അതിന്റെ ഷറത്ത്, അതിന്റെ വാസിൽ അത് സ്വഹീഹാണെങ്കിൽ മഹർ കൊടുക്കണം. മഹർ കൊടുക്കാതെ കല്യാണം ശരിയാവില്ല. മഹർ നിർബന്ധം. മഹർ കൊടുത്താൽ കല്യാണം ശരിയാവില്ല. അത് വ്യഭിചാരമാണ്. മഹറിലേക്ക് വ്യഭിചാരം തന്നെയാണ്. കല്യാണത്തിന് മഹർ നിർബന്ധം. ആ സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വാക്കെങ്കിലും പറയാം, ഇന്ന സമയത്ത് തരാം, ഇന്നത് തരും എന്ന നിബന്ധന ആ വാക്കാൽ നമ്മൾ പറഞ്ഞിരിക്കും. പിന്നെ കൊടുക്കണം. പിന്നെ കൊടുത്താലും പറഞ്ഞിരിക്കും. മഹറില്ലാതെ കല്യാണം അത് പെണ്ണിന്റെ അവകാശം തന്നെ. അതാണ് റസൂൽ ഇങ്ങനെ മഹർ കുറച്ചോ അല്ലെങ്കിൽ കൂടുതലോ ആയിട്ട് ചെയ്തു മഹർ നിശ്ചയിച്ചിട്ട് ഒരു പെണ്ണ് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് അവസാനമായി എന്നിട്ട് അത് മുഴുവൻ കൊടുത്തില്ല. അത് കൊടുത്തില്ല, മുഴുവൻ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് മുഴുവനാക്കാതെ ആ കല്യാണം കഴിച്ച പുരുഷൻ ആ ഭർത്താവ് മരണപ്പെട്ടാൽ അത് മുഴുവൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ വ്യഭിചാരിയായിട്ടാണ് വരിക. അത് വ്യഭിചാരം. 10 കൊല്ലമല്ല 60 കൊല്ലം ഭാര്യ ഭർത്താവ് ജീവിച്ചാലും അത് വ്യഭിചാരിയാണ്. അത് വ്യഭിചാരമായി. അത് കൊടുക്കേണ്ട കൊടുക്കും. അല്ലെങ്കിൽ ഭാര്യ പറയണം, എനിക്ക് വേണ്ട, ഞാൻ വിട്ടുന്നു പറഞ്ഞ പ്രശ്നമില്ല, ഞാൻ അതിൽ തരാൻ വിട്ടുന്നു, തരേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ ഇണ, നമ്മുടെ കൂടെ, നമ്മുടെ പ്രിയതമാണ് നമ്മൾക്ക് വേണ്ടി വിട്ട് തന്നാൽ ഒരു പ്രശ്നമല്ല. ഇല്ലെങ്കിൽ അത് പൂർത്തിയായി കൊടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞ സംഖ്യ, പറഞ്ഞ മഹർ, പറഞ്ഞ സ്വർണം എന്താവട്ടെ പറഞ്ഞത് കൊടുക്കുന്നുണ്ട്. പിന്നുള്ളത് അത് സ്ത്രീകളുടെ കയ്യിലാണ്. അവർ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ. അല്ലാതെ റസൂൽ അല്ലെങ്കിൽ അവൻ സിനയായ വ്യഭിചാരമാണ് ചെയ്യുന്നത്. അടുത്ത വാചകം എന്താ റസൂൽ പറയാം, ഒരു മനുഷ്യൻ കടം വാങ്ങി, ഒരു മനുഷ്യന് കടം വാങ്ങി, അങ്ങനെ കടം വാങ്ങിയിട്ട് ആ കടത്തിന്റെ കാശൊക്കെ വാങ്ങിയിട്ട് അവസാനം ആ കടം മുഴുവൻ നൽകാതെ ഇവൻ വഞ്ചന കാണിച്ചു, അങ്ങനെ മരണപ്പെട്ടു പോയാൽ പരലോകത്തിൽ ഇവൻ കള്ളന്മാരുടെ കൂട്ടുക വരിക. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, രാവും പകലും മോഷ്ടിക്കുന്ന മോഷ്ടാക്കളുണ്ട്. സ്വർണ്ണക്കടകളും ബാങ്കുകളും പീടികകളും ബിസിനസ്സും വീടുമൊക്കെ മോഷ്ടിക്കുന്ന വലിയ വലിയ മോഷ്ടാക്കളുടെ കള്ളന്മാര്, അന്താരാഷ്ട്ര കള്ളന്മാര്. ആ കള്ളന്മാരെ കൂട്ടത്തിലാണ് ഇവരുണ്ടാവുക. ഇങ്ങനല്ല, ഇവൻ നല്ലവരും കള്ളനാണ്. അല്ലാതെ റസൂൽ പറയാം, ഇവൻ കള്ളന്മാരെ കൂട്ടത്തിൽ അവരുടെ ലോകത്തുണ്ടാവുക. എന്ത് കടം കൊടുക്കാൻ വാങ്ങിയ കടം തിരിച്ചു കൊടുക്കുക, അവനങ്ങനെ മരണപ്പെട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരൻ ഗൗരവമുള്ള വിഷയമാണ്. കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഗൗരവത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ച കാര്യമാണിത്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ, ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് വളരെ അടിയന്തരാവസ്ഥയിലല്ലാതെ ഒരിക്കലും ചോദിക്കാതിരിക്കുക, വാങ്ങാതിരിക്കുക. വാങ്ങിയാൽ അതൊക്കെ രേഖപ്പെടുത്തി കൃത്യസമയത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുക്തികളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ സഹോദരികളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂല് അധികം ആളുകളും കടക്കാരനാകാനുള്ള കാരണം സൂചിപ്പിച്ചു. അധികം ആളുകളും കടക്കാരനായി മാറാനുള്ള കാരണം എന്താ ചോദിച്ചാൽ അവന്റെ അത്യാഗ്രഹങ്ങളാണ്. അത്യാവശ്യങ്ങളല്ല, അവന്റെ അത്യാഗ്രഹങ്ങൾ. ഈ അത്യാഗ്രഹങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും കടം വാങ്ങാൻ നിർബന്ധിപ്പിക്കുന്നത്. ചിലപ്പോ ഭാര്യ പറയും,
ചിലപ്പോൾ അതിനൊക്കെ കാരണക്കാരുണ്ടാകും. ചിലപ്പോൾ സുഹൃത്തുക്കൾ പറയും ഇങ്ങനെ കടം വാങ്ങി ഒക്കത്തെ പൈന എത്ര കിട്ടും. ചിലപ്പോൾ ബാങ്ക് പോയാൽ ലോൺ എടുത്താൽ മതി. പിന്നെ ആ പരിശീലനം കൊടുക്കിയിട്ട് പിന്നെ രക്ഷപ്പെടുന്നില്ല. വെറുതെ അനാവശ്യമായ ചെലവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ പലിശ വാങ്ങിയിട്ട് അവസാനം അതിന് പിന്നെ ലോൺ എടുത്ത് അതിന് കുടുങ്ങി പിന്നെ അത് വീട്ടാൻ വേണ്ടി പിന്നെ കാലാകാലം നടക്കണം, പലിശക്കാരനായിട്ടാണ് മരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ആളുകളെ സുഹൃത്തല്ലേ, കാശുള്ള ആളുകൾ, എന്തൊരു നല്ല ബന്ധമുള്ള ആളുകളാണ്. ഒന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് പട്ടിണിക്കല്ല, പട്ടിണി മാറ്റാനെ കുടിക്കിട്ടൊന്നുമല്ല. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഓപ്പറേഷൻ വന്നു, 1 ലക്ഷം രൂപ വേണം. അപ്പൊ ചോദിക്കേണ്ടിയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവില്ല. അതൊക്കെ അടിയന്തര ആവശ്യങ്ങളാണ്. അതല്ലാതെ ഒരു കാര്യമില്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഭാര്യയെ സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ കടം വാങ്ങും. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹ് റസൂൽ പറയാം. അള്ളാഹു പറയാം, കാലം ഔസാനി റസൂലുള്ള, അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഉപദേശിച്ചൊരു ഉപദേശം, അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഉപദേശം. എന്താ ഉപദേശങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത്. നമുക്ക് പെട്ടത് അബദ്ധം. നമ്മുടെ മനസ്സിന്റെ സമാധാനം പോലും തരങ്ങൾ, നമ്മളെക്കാൾ കാശുള്ള അത്യാവശ്യം കുറച്ച് നിലവാരമുള്ള ആൾക്കാരെ അവരെ നമ്മൾ നോക്കണം. ഓരോ വീട്, ഓരോ ജോലി, ഓരോ വാഹനം, ഓരോ കച്ചവടം, ഓരോ ബിസിനസ്, ഓരോ ജീവിതം, അങ്ങനെ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല, മനസ്സിന് അത് കൂടുതൽ വേണ്ട സ്ത്രീകൾക്കാണ്. എന്താ വെച്ചാൽ അത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അത് കണ്ടില്ല, ഇത് കണ്ടില്ല, അവിടെ കണ്ടില്ല, അവരെ ഭർത്താവിനെ അല്ലെങ്കിൽ വ്യാപാരമൊക്കെ പറയുമ്പോഴാണ് ഓരൊക്കെ എത്ര കാലം നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, ഒന്ന് മാറിക്കൂടെ, ഇതിപ്പോ എത്ര വലിയ കാശുണ്ടോ, നിങ്ങൾ ചോദിച്ചാൽ തരൂരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രയാസമാക്കി നിർബന്ധിച്ച അവസാനം കളാണ്. അത് ചെയ്യരുത്. അസുഖ നിങ്ങളെക്കാൾ മുകളിൽ അവരെയൊക്കെ നോക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങളെക്കാൾ താഴ്ന്ന സ്റ്റാറ്റസ് ഉള്ളവരുണ്ടല്ലോ അവരിലേക്ക് പോകും. സ്റ്റാറ്റസ് എപ്പോഴും പ്രശ്നമാണ്. മൊബൈലിലെ സ്റ്റാറ്റസ് അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നിലവാരമല്ല, നമ്മുടെ സാമ്പത്തിക നിലവാരം. അത് നമ്മളെക്കാൾ താഴ്ന്ന ആൾക്കാരുണ്ടോ മുകളിലേക്ക് നോക്കും. നമ്മളെ അത്ര വലിയ വീടുണ്ടാവില്ല, അത്ര വലിയ വാഹനം ഉണ്ടാവില്ല, അത്ര സുഖം ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, നമ്മളെത്ര സന്തോഷത്തിലാണ്, നമ്മളെത്ര റാഹത്തിലാണ്. അത് മക്കളെ പഠിപ്പിച്ചു കൊടുക്കും, അത് കുടുംബത്തെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മളെക്കാൾ ഉയരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമുള്ള സന്തോഷം ഉണ്ടാവില്ല. പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കടങ്ങൾ വാങ്ങുവാങ്ങും. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ അതാണ് നല്ലത്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ എന്താണ്, ഇതിന് വലിയ ദുരുമാണ്. കടം വാങ്ങിയിട്ട് അത് കൊടുക്കാതിന്റെ വലിയ ദുരുമാണ്. കടം കൊടുത്ത ആള് മർദ്ദിതനാണ്. കുറെ ആൾക്കാർ, എത്രയോ മനുഷ്യന്മാർ പിന്നെ 50 കൊടുത്തു, 25 കൊടുത്തു, അതിന് തിരിച്ചു കിട്ടിയില്ല. കുറെ ചോദിച്ചു, കിട്ടിയില്ല, തന്നില്ല, ഓ മുങ്ങി, അങ്ങനെ കണ്ടല്ലോ. ബിസിനസ് നടത്തിയിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് മുങ്ങുന്ന ആൾക്കാരുണ്ട്, കൊടുക്കൂല. ഈ ഹറാമോണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ അവസാനം ഒരു ഒഴിവാക്കല കിട്ടില്ല എന്ന് പറയാം. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ആ പ്രയാസം അല്ലാതെ റസൂൽ പറയാം, അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയാൽ, അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ഈ കടം വാങ്ങിയ ആളുണ്ടല്ലോ, ഇവന് കടം വീട്ടാതെ മരണപ്പെട്ടു. പക്ഷെ ഇവൻ ഹജ്ജ് ചെയ്തവരാണ്, ഇവന് ഉംറ ചെയ്തവരാണ്, ഇവന് പിന്നെ 5 നേരം നമസ്കരിക്കുന്നവരാണ്, ഇവന് എല്ലാ സൽക്രമവും ചെയ്യുന്നവരാണ്. ഒരു കാര്യമല്ല. എന്താ നിങ്ങൾ ആർക്കാണോ കടം കൊടുക്കാനുള്ളത്, അത് കടം കൊടുക്കാതെ നിങ്ങൾ മരണപ്പെട്ടാൽ ഈ ചെയ്ത എല്ലാ ഹജ്ജ് ഉംറ നിസ്കാരമൊക്കെ പാടാൻ അല്ലാഹു എടുത്തിട്ട് നിങ്ങൾ മാറ്റം കൊടുക്കും. രക്ഷപ്പെടും. നിങ്ങൾ എത്ര ലക്ഷം കൊടുക്കാണ്ടോ, എത്ര 1000 കൊടുക്കാണ്ടോ, ഏത് ചെറിയ സംഖ്യയാകട്ടെ, നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ദുആയും നിങ്ങളുടെ സകാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എടുത്തിട്ട് ഈ വ്യക്തിക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇത് പ്രത്യേക സ്ഥിതി എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് നമ്മളെ നിസ്കാരം നോമ്പ് നമ്മൾ കുറെ കടം വാങ്ങി, നിസ്കാരം നോമ്പും കൊടുത്തിട്ടും പിന്നെ ബാക്കിയാ അത് പോയാ. അങ്ങനെ ആകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നെ അവർ നിലയത്തിലേക്ക് തള്ളിവിടും, അതിന് ശിക്ഷ കിട്ടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ശ്രദ്ധയോടുകൂടി സാമ്പത്തികമായി നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.